നാൾക്ക് ശേഷം നമ്മുടെ അപ്പി ബൈജു ഇല്ലേ, അപ്പി ബൈജു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലോ അല്ലേ, പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരമ ചെറ്റയുണ്ടല്ലോ. ഇവന്റെ വീഡിയോ ഒന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊന്നും കാണാനില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ചാണക്യൻ എന്ന് പറയുന്ന ഇവന്റെ ഈ ചാനലിനകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 10-15 വീഡിയോസ് മാത്രം ഉണ്ട് അതിനകത്ത്. സത്യത്തിൽ ഈ യൂട്യൂബ് ഈ പരമ ഊളയുടെ വീഡിയോസൊക്കെ എടുത്ത് കാരണം അതുപോലത്തെ നല്ല തങ്കപ്പെട്ട കാര്യങ്ങളാണെന്നോ ഇവൻ സംസാരിച്ചിട്ടുണ്ട്. വായിന്ന് വരുന്ന മൊത്തം തീട്ടവർത്താനമാണല്ലോ. അപ്പോൾ ഈ അപ്പി ബൈജുവിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരും കാണാതെ പോകരുത്. നമ്മുടെ അൻസാരി ഉസ്താദിന് ഒരു കിടിലം മറുപടിയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജാമിദ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവർ ടീച്ചറിനൊക്കെ വിളിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലെവലും ഇവനും കൂടെ ആയിരുന്നു കുറേ നാൾ ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് ഉടായിപ്പ് തരം പറഞ്ഞത്. പിന്നെ നമ്മുടെ മറ്റേ കണ്ണൻ്റെ നമ്മുടെ അരുണേട്ടൻ്റെ ജസ്ന മോളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു ഇവൻ്റെ സഹോദരി എന്നൊക്കെയാണ് ഇവൻ പല വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ജാമിദായും ഇവനും തമ്മിലുള്ള ചില വീഡിയോകളൊക്കെ കണ്ടായിരുന്നു. അതായത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രാരാബ്ധമാണ്, ജീവിക്കാനൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ തെണ്ടുന്നത് നമ്മൾ കണ്ടു. കാരണം ഇവനൊക്കെ തെണ്ടും, ദൈവം തമ്പുരാൻ പോലും പൊറുക്കാത്ത തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ഇവൻ്റെ വായിന്ന് വന്നുകൊണ്ടിരുന്നത്. ഒരു സമുദായത്തോട് അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്. ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കേസിൽ പ്രതിയായി ഇവളൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തോട്ടൊക്കെ പോയതാണ്. പിന്നെ വീണ്ടും ഇവനിപ്പം ഒരു തരികിട പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഒരാളും ഈ ചാണകത്തിൻ്റെ വീഡിയോ പോയി കാണത്തില്ല എന്നറിയാം, പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കേൾക്കാൻ, നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് മറുപടിയും പറയാം. നമ്മുടെ അൻസാരി ഉസ്താദ് നല്ല കിണ്ണം കാച്ചി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അയോധ്യയിൽ വമ്പൻ ക്രമക്കേടാണ് നമ്മുടെ RSSകാർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന മറ്റേ വിഷകലയും വിഷബാബുവും പിന്നെ ഇതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന കുറേ വാലാട്ടികളുണ്ടല്ലോ, ഇവന്മാരാരും ഉണർന്നിട്ടൊന്നുമില്ല, എല്ലാം നല്ല ഉറക്കമാണ്, കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് ഇങ്ങനെ സംഭവം അറിയത്തില്ല. എങ്ങാനും ആരെങ്കിലും ആ പരിസരത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി വിളിച്ചിട്ട് പറയണം, രാമൻ്റെ അവിടുത്തെ സ്വത്തൊക്കെ സംഘപരിവാർ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മൊഴിയണം എന്ന് ഈ വിവരം കെട്ട വിവരദോഷികളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലത്. നമ്മുടെ ആർ വി ബാബു ഇതിനെ ന്യായീകരിച്ച് വന്ന് ചാനലിനകത്ത് വന്ന ചർച്ചയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അടിച്ച് കണ്ടം വഴി ഓടിച്ചിട്ട് പുല്ലുപോലും കിളിച്ചിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വേട്ടാവാളിയൻ, അതായത് ഈ അപ്പി ബൈജുവിൻ്റെ പുതിയ ഇതൊന്ന് കേട്ടിട്ട് ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും കേട്ടോ. പലരും എന്റെ അടുത്ത് പറയും അവനെതിരെ ഒരു വീഡിയോ ചെയ്യണം, ഇവനെതിരെ ഒരു വീഡിയോ ചെയ്യണം. പൊന്നു മക്കളെ, നീയൊക്കെ എന്റെ വീഡിയോയിൽ എന്ത് കട്ടെടുത്ത് ചെയ്താൽ എനിക്കൊക്കെ വെറും ഡേഷ് മാത്രമാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. എന്തായാലും ഉത്തരകളും മറ്റേ സ്മൃതികളും ഒക്കെ അതൊക്കെ ചെയ്യേ, നിനക്കൊക്കെ അതിന്റെ സൂക്കേടാണ് എന്ന് നമ്മൾക്കറിയാം. എന്തായാലും നിന്റെ സൂക്കേടൊന്നും വേറെ രീതിയിൽ വരുമാനമുണ്ട്, അതാണ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം. ആ ഹലാൽ വരുമാനമൊക്കെ എടുത്തുകൊണ്ട് വേണം കിതാബ് പഠിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നമ്മളുടെ പൈസ വേണം. അതവർക്ക് ഹലാലാണ്, ഹറാമല്ല. ഈ മാസം ഞങ്ങളുടെ മദ്രസയിലെ ജബ്ബാർ സ്ഥാനം ശമ്പളം കൊടുത്തില്ല, കാരണം ക്ഷേത്രത്തിന് വരുമാനം വരാത്തോണ്ടേ. അപ്പൊ എന്താ വരുമാനം വരാത്തെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഇതായിരുന്നു സംഭവം. അയോധ്യ ക്ഷേത്രത്തിലെ തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് ഞായറാഴ്ച നൽകും. പണാപഹരണം ഏറ്റവും അധികം നടന്നത് ഇക്കഴിഞ്ഞ കുംഭമേള കാലത്ത് ആണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്റെ പൊന്നാര കുട്ടപ്പ, നിനക്ക് ഞങ്ങളെ കുറിച്ച് വല്ല അറിയാവാ? ഇത് ഈ മോളെ കണ്ട സൂര്യ കരള് പോയ കുഞ്ഞാ. ഒരു ദിവസം കൊണ്ട് 17 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് സമാഹരിച്ചു കൊടുത്തത്. ആ കുട്ടിക്ക് പൈസ അയച്ചു കൊടുത്തതിൽ 90% സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മുസൽമാന്മാരാണ്. ഞങ്ങളിത് കൊടുക്കൽ മാത്രമല്ല, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ടാണ്. കേരളത്തിൽ 10,000-ലധികം മദ്രസയുണ്ട്. മറ്റാർക്കെങ്കിലും അങ്ങനെ അവരുടെ ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ കാണിക്കാൻ പറ്റുമോ? 83% ഉണ്ട്, രാജ്യം വരെ ഭരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഒന്നും ഈ പറയപ്പെട്ട പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി അങ്ങനെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംസ്കൃത ഭാഷ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വ്യാപകമായ പ്രസ്ഥാനങ്ങൾ ഇവിടെ മുന്നിലുണ്ടോ? ആയിരക്കണക്കിന് വരുന്ന വിശുദ്ധമായി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സംവിധാനങ്ങൾ മാത്രം കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്കുള്ള അത്ര സ്ഥാപനങ്ങളെങ്കിലും ഉണ്ടാ ആത്മീയമായിട്ട് പഠിക്കാൻ ഇല്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വവും ഇതിൻ്റെയൊക്കെ വേദന ആരഞ്ചത്ത കയറുക? ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അഞ്ചത്താ. എടാ, നീയൊക്കെ കാലാകാലം വരെ ഇങ്ങനെ കരഞ്ഞും മെഴുകി ജീവിക്കത്തേ ഉള്ളൂ. മനസ്സിലായ? നാറുന്നു ഈ വർത്താനം കേട്ടിട്ട് ഇതിൻ്റെ നാറുന്നുണ്ട്. ഏതായാലും ആദ്യം നല്ലത് പറയാൻ പഠിക്കുക, നല്ലത് പ്രചരിപ്പിക്കാൻ പഠിക്കുക. ലോകാവസാനം വരെ നീയൊക്കെ ഇങ്ങനെ ഗതികെട്ട് പറഞ്ഞ് ഗതികെട്ടേ ജീവിക്കുള്ളൂ.
അങ്ങനെ തന്നെ നിൻ്റെയൊക്കെ ജീവിതം ഒടുങ്ങും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ നല്ല അത്തർ വാങ്ങും, നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നല്ല ചെരുപ്പ് ധരിക്കും, നല്ല ആഹാരം കഴിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരാളും ഞങ്ങളുടെ ശത്രുവല്ല, എല്ലാവരും മിത്രങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നീ അങ്ങനല്ല. നീ രാവിലെ മുതൽ വായും തുറന്നു ഇരിക്കുകയാണ്, മദ്രസ അധ്യാപകർക്ക് ക്ഷേത്രം പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. എടാ മൊത്തം അടിച്ചുകൊണ്ട് പോയടാ, തൂക്കുകെട്ടവരെ കൊണ്ടുപോയി. തൂക്കുകെട്ട അറിയാം, തൂക്കുകെട്ട വെള്ളിയിട അതുവരെ അടിച്ചുകൊണ്ട് പോയി. പോയടാ. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജനം ടിവിക്ക് ഭീകരാക്രമണ ഭീഷണി. ഈ തീട്ടം ബൈജുവിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹിന്ദു മഹാസഭയുടെ നമ്മുടെ ബാബു അണ്ണന് എന്തോ പറയാനുണ്ട്. അതുകൊണ്ടൊന്ന് കേട്ടോ. എല്ലാ വർഷവും സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ ഒരു യോഗം, ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നേതൃസമ്മേളനം ഹിന്ദു ഐക്യവേദി കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. ഈ വർഷം അത് ഈ വരുന്ന ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച ഇവിടെ നടക്കുന്ന വിവരം ബാബു പറഞ്ഞു. നമ്മുടെ BMSന്റെ അന്താരാഷ്ട്ര തൊഴിലാളി പഠന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഹൈന്ദവ സംഘടനകളെ ഏകദേശം 150-ലേറെ ഹിന്ദു സംഘടനകൾ, അവരുടെ നേതാക്കന്മാർ, 300ഓളം നേതാക്കന്മാർ, അവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സംരംഭം വർഷങ്ങളായിട്ട് നടത്തി വരുന്നത് ഹിന്ദു ഐക്യവേദിയാണ്. കേരളത്തിലെ എല്ലാ ഹിന്ദു സംഘടനകളെയും കോർത്തിണക്കി അവരെല്ലാവരെയും ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനം അത് കുറേ കാലങ്ങളായിട്ട് ഹിന്ദു ഐക്യവേദി നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന സമ്മേളനം. ഈ സമ്മേളനം വളരെ നിർണായകമായ ഒരു സമയത്താണ് ചേരുന്നത്. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങൾ, നീറുന്ന നിരവധി വിഷയങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരസ്പരം പങ്കുവയ്ക്കാനും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗം എന്ന നിലയ്ക്കാണ്, അതിനെക്കുറിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വര അനന്തവനം സ്വാമികളാണ് നടത്തുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സ്ക്രിപ്റ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഹിന്ദു സമൂഹം ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ നിലവിലുള്ള ഈ സർക്കാരിന്റെ കീഴിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്, ഒരു രണ്ടാം തരം പൗരന്മാർ എന്ന നിലയ്ക്കാണ്. കേട്ടല്ലോ, നമ്മുടെ അണ്ണൻ എന്തൊക്കെയോ സംഭവങ്ങൾ ഈ പാവം പിടിച്ച ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള മഹാസമ്മേളനം നടത്താനായിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. നേരത്തെ ഉസ്താദ് കാണിച്ചില്ലേ, ആ ഒരു പെൺകുട്ടി മണിക്കൂർ കൊണ്ടാണ് 17 ലക്ഷം ഉണ്ടാക്കിയത്. വരദമോളെന്ന് പറഞ്ഞാൽ വീൽ ചെയറിനകത്തിരുന്ന ഒരു പെൺകുട്ടിയില്ലേ, ആ കുട്ടിക്ക് 44 ലക്ഷം രൂപയാണ് ഉസ്താദ് ഉണ്ടാക്കിയത്. അങ്ങനെ അറിഞ്ഞും അറിയാതെയും എത്രയോ ആളുകൾക്ക് സഹായം ഇവരെപ്പോലുള്ള മതപണ്ഡിതന്മാരും നല്ല മനുഷ്യരും കേട്ടോ. അതിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അങ്ങനൊന്നുമില്ല, എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉസ്താദാണ്. അപ്പം നമ്മുടെ തീട്ടം ബൈജു പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ, ലവനെപ്പോലുള്ള നാറികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തൂറി മെഴുക എന്നല്ലാതെ ആ സമുദായത്തിൽ ജനിച്ച ഒരാൾക്കൊരു മിഠായി മേടിച്ചു കൊടുക്കാൻ പോലും ഈ പുല്ലന്മാരെ കൊണ്ടൊന്നും ഒരു കഴിവില്ല. ഇവനൊക്കെ ഇവിടെ വന്നിരുന്നുണ്ട് ഹിന്ദു ഐക്യവേദി, മറ്റേ വേദി, മറിച്ച വേദി എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ? ഇവിടെ പാവം പിടിച്ച ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യും, നല്ല കാര്യം ചെയ്തുകൊടു. ഈ നേരം വെളുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ പച്ച വർഗീയത ഇതിനകത്തൂടെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നല്ലാതെ നിനക്കൊക്കെ എന്താണ് ഇവിടെ പണി? ഇതെല്ലാം നമ്മുടെ ഉസ്താദ് കൊടുത്ത മറുപടി കേട്ടല്ലോ അല്ലേ? അപ്പോൾ ബാക്കി നിങ്ങളിവിടെ കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.